പ്രിയമുള്ളവരെ, ഞാൻ നിൽക്കുന്ന ഒരു ഒലിവ് മരത്തിൻ്റെ ചുവട്ടിലാണ്. നമുക്ക് കേരളത്തിൽ ഒലിവ് മരം എന്നൊക്കെ പറയുമ്പോൾ ഒരു അപൂർവമായിട്ടുള്ള വൃക്ഷമാണ്. ഇപ്പോൾ പലയിടത്തും നട്ട് വരുന്നുണ്ട്. നമുക്ക് തന്നെ മൂന്നാറിലുള്ള ഒരു ആശ്രമത്തിൽ ആദ്യമായിട്ട് ഒലിവ് മരം പിടിച്ചതും പൂവിട്ടതൊക്കെ ഞാൻ ഓർക്കുന്നുണ്ട്. എന്തായാലും ഇവിടെ ഇപ്പം നിൽക്കുന്നത് റോമിലാണ്. നമ്മുടെ കപ്പുച്ചിൻ സഭയുടെ ലോറൻസ് ഓഫ് ബ്രിൻഡിസി കോളേജിലാണ്. നമ്മുടെ കപ്പുച്ചിൻ സഭയുടെ റോമിലെ വിവിധ യൂണിവേഴ്സിറ്റികളിൽ പഠിക്കുന്ന സഹോദരന്മാർ താമസിക്കുന്ന ഇടമാണ് സെൻറ്റ് ലോറൻസ് ഓഫ് ബ്രിൻഡിസി കോളേജ്. അതിൻ്റെ മുറ്റത്ത്, അതിൻ്റെ പരിസരത്തുമൊക്കെ ആയിട്ട് വളരെയധികം ഒലിവ് മരങ്ങൾ കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ ഒലിവ് മരം എപ്പോഴും ഒരു പ്രത്യാശയുടെയും അതോടൊപ്പം സമാധാനത്തിൻ്റെയും പ്രതീക്ഷയുടെയും ഒക്കെ അടയാളമാണ്. ഇവിടെ ഒത്തിരി പ്രതീക്ഷയോടുകൂടി നിന്നാണ് ഞാൻ സംസാരിക്കുക. എൻ്റെ കയ്യിലൊരു ചിത്രമുണ്ട്, പിന്നീട് ഞാൻ ഇതിനെക്കുറിച്ച് വിവരിക്കാം. ഈ ചിത്രത്തിൽ കാണുന്ന വ്യക്തി ഒരുപക്ഷെ നമുക്ക് പരിചിതമായിട്ടുള്ളൊരു വ്യക്തിയായിരിക്കാം. കേരളത്തിൻ്റെ ചരിത്രത്തിൽ വളരെയേറെ ശ്രദ്ധിക്കപ്പെടേണ്ട ഒരു വ്യക്തിയും എന്നാൽ വളരെയധികം നമ്മൾ മറക്കുകയും ചെയ്ത, ചരിത്രത്തിൽ രേഖപ്പെടുത്താതെ പോയ കുറച്ചൊക്കെ കാര്യങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്, എന്നാലും വേണ്ട രീതിയിൽ അർഹിക്കുന്ന പ്രാധാന്യത്തോടു കൂടി ചരിത്രത്തിൽ രേഖപ്പെടുത്താതെ പോയൊരു വ്യക്തിയാണ്. ഈ വ്യക്തി മരിച്ചിട്ട് നമ്മുടെ ഇടയിൽ നിന്ന് കടന്നുപോയിട്ട് 100 വർഷത്തിലേറെയായി. 100 വർഷം കഴിഞ്ഞിട്ടും ഈ വ്യക്തിയെക്കുറിച്ച് ഇവിടെ നിന്ന് സംസാരിക്കണമെങ്കിൽ അതിന് ചില കാര്യങ്ങൾ പ്രത്യേകമായിട്ടുണ്ട്. ആദ്യം തന്നെ ഈ വ്യക്തിയുടെ പേര് പുത്തൻപറമ്പിൽ തൊമ്മച്ചൻ എന്ന പേരിലാണ് ഇദ്ദേഹം അറിയപ്പെടുക. കേരളത്തിൽ അസീസിയിലെ വിശുദ്ധ ഫ്രാൻസിസ് ജീവിച്ചതുപോലെ തന്നെ പ്രവർത്തിച്ച ഒരു വലിയ സുവിശേഷ സാക്ഷ്യമായിട്ട് ജീവിച്ച വ്യക്തിയാണ് പുത്തപ്പറമ്പിൽ തൊമ്മച്ചൻ. അതുകൊണ്ട് തന്നെ പുത്തപ്പറമ്പിൽ തൊമ്മച്ചന് മറ്റൊരു പേരുണ്ട്, കേരള അസീസി എന്നാണ് അറിയപ്പെടുക. കേരളത്തിലെ സെൻറ്റ് ഫ്രാൻസിസ് എന്നാണ് അറിയപ്പെടുക. പുത്തപ്പറമ്പിൽ തൊമ്മച്ചൻ അഥവാ കേരള അസീസി എന്നറിയപ്പെടുന്ന ഈ മനുഷ്യൻ തിരുസഭയുടെ ചരിത്രത്തിലെ അൽമായ ദൈവദാസരിൽ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന വ്യക്തിയാണ്. ഒരുപക്ഷെ അദ്ദേഹം വിശുദ്ധനാക്കപ്പെട്ടാൽ തിരുസഭയിൽ ഏറ്റവും പ്രാധാന്യം ലഭിക്കുന്ന ഒരു അൽമായ വിശുദ്ധനായിട്ട് അദ്ദേഹം മാറ്റപ്പെടും. അതുകൊണ്ട് നമുക്ക് ഇദ്ദേഹത്തെക്കുറിച്ച് വളരെ വ്യക്തമായിട്ട് അറിഞ്ഞിരിക്കേണ്ടത് ഒരു ആവശ്യമാണ്, ഈ കാലഘട്ടത്തിൻ്റെ ആവശ്യമാണ്. ഇദ്ദേഹം മരിക്കുന്നത് 1908 നവംബർ 1-ാം തീയതിയാണ്. അപ്പോൾ തൊമ്മച്ചനെ കുറിച്ച് പറയുമ്പോൾ നവംബർ 1 സകല വിശുദ്ധരുടെയും തിരുനാൾ ദിനത്തിൽ മരണമടഞ്ഞ ഒരു വ്യക്തിയാണ്. അതിനെക്കുറിച്ച് പറയാൻ പറ്റുന്നൊരു കാര്യം ഇതാണ്, അദ്ദേഹം താടി നീട്ടിയിരുന്ന ഒരു മനുഷ്യനാണ്. അദ്ദേഹം താടി നീട്ടിയിരുന്നപ്പോൾ അദ്ദേഹത്തോട് പലരും പറഞ്ഞു, ഈ ഒരു കാലഘട്ടത്തിൽ ആരും താടി വെക്കാറില്ല. നമുക്കറിയാം, പഴയ നമ്മുടെ കാരണവന്മാരൊക്കെ ക്ലീൻ ഷേവ് ആയിരുന്നു പലരും. അതുപോലെ മേൽമുണ്ട്, ഒരു മുണ്ട് മാത്രം ധരിച്ച് അങ്ങനെയുള്ള ഒരു പൗരാണികമായ വേഷമായിരുന്നു നമ്മുടെ കാരണവന്മാർ സ്വീകരിച്ചിരുന്നത്. അപ്പം അതിന് വിരുദ്ധമായിട്ട് ഒരു സന്യാസ വസ്ത്രവും ധരിച്ച് താടി നീട്ടി നടക്കുന്ന കുടുംബനാഥനായിട്ടുള്ള തൊമ്മച്ചനെ പലരും ശകാരിച്ചു. അപ്പോൾ തൊമ്മച്ചൻ പറഞ്ഞു, ഞാൻ താടി വടിക്കാം, കാരണം അടുത്ത വർഷം സകല വിശുദ്ധരുടെയും തിരുനാൾ ഞാൻ സ്വർഗത്തിലായിരിക്കും ആഘോഷിക്കുക. നവംബർ 1 തന്നെ 1908 നവംബർ 1 തന്നെ അദ്ദേഹം മരണമടയുകയാണ്. ആ മരണമടഞ്ഞത് സകല വിശുദ്ധരുടെയും തിരുനാളിലാണ്. അദ്ദേഹം മുൻകൂട്ടി പറഞ്ഞതുപോലെ തന്നെയാണ്. ഇതിൽ നിന്ന് നമുക്കൊരു കാര്യം മനസ്സിലാക്കാം, ഈ വ്യക്തിയിൽ കുറേയേറെ പ്രത്യേകതകളുണ്ട്. ഇനി ആ വ്യക്തിയുടെ ചരിത്രത്തെക്കുറിച്ച് ഞാൻ പറയാം. ചങ്ങനാശ്ശേരി അതിരൂപതയിലെ എടത്വ ഇടവകാംഗമായിരുന്നു പുത്തൻപറമ്പിൽ തൊമ്മച്ചൻ. എടത്വായിലെ ഒരു സാധാരണ കുടുംബത്തിൽ, ഒരു കർഷക കുടുംബത്തിൽ ജനിച്ച അദ്ദേഹം അന്നത്തെ കാലഘട്ടത്തിലെ ഒരു സാധാരണ കുടുംബനാഥനെ പോലെ തന്നെ വിവാഹിതനായിരുന്നു. അതുപോലെ തന്നെ കുടുംബജീവിതം നയിച്ചിരുന്ന വ്യക്തിയാണ്. അദ്ദേഹത്തെ സന്യാസ സഭയുമായിട്ട് കൂട്ടിച്ചേർത്ത്, അല്ലെങ്കിൽ അൽമായ സന്യാസവുമായിട്ട് കൂട്ടിച്ചേർത്ത് മനസ്സിലാക്കുമ്പോഴാണ് അദ്ദേഹത്തിൻ്റെ പ്രാധാന്യം മനസ്സിലാവുക. അദ്ദേഹം അസീസിയിലെ വിശുദ്ധ ഫ്രാൻസിസിനെ അനുകരിച്ചിരുന്നു എന്ന് നമ്മൾ പറഞ്ഞല്ലോ. പക്ഷെ അതിനു മുൻപ് അദ്ദേഹത്തിന് വേറൊരു കാലഘട്ടമുണ്ട്. അദ്ദേഹത്തിൻ്റെ യൗവനത്തിൽ തന്നെ അദ്ദേഹം ഒരു പുരോഹിതനാകാൻ ആഗ്രഹിച്ചിരുന്നു. ഏക മകനായിരുന്നതുകൊണ്ടും പിതാവ് നേരത്തെ മരിച്ചു പോയിരുന്നതുകൊണ്ടും അമ്മ അതിനനുവദിച്ചില്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹം തൻ്റെ സുഹൃത്തുക്കളോട് ചേർന്നുകൊണ്ട് ഒരു പ്രാർത്ഥനാ ജീവിതം നയിച്ചു പോന്നിരുന്നു. കുറച്ചുനാൾ കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് തീവ്രമായ ഒരു സന്യാസ ജീവിതത്തെക്കുറിച്ചുള്ള ആഗ്രഹം അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ ജനിക്കുകയാണ്. അതോടെ അദ്ദേഹം ഒരു അരയിൽ ചരട് കെട്ടിക്കൊണ്ട് നടക്കാൻ തുടങ്ങി. അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളും അത് അനുകരിച്ചു. അതുകൊണ്ട് തന്നെ ചരട് കെട്ടിയവരുടെ സംഘം എന്ന പേരിൽ കേരളത്തിലെ കത്തോലിക്ക സഭയിലെ ആദ്യത്തെ അൽമായ സംഘടന അദ്ദേഹം തുടങ്ങി, ചരട് കെട്ടിയവരുടെ സംഘം. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അസിസിയിലെ വിശുദ്ധ ഫ്രാൻസിസും ഇതുപോലെ പരിത്യാഗം ചെയ്യുവാനായിട്ടാണ് തൻ്റെ സന്യാസ ജീവിതം ആരംഭിക്കുന്നത്. തൻ്റെ ജീവിതം ആരംഭിക്കുന്ന, മാനസാന്തരത്തിൻ്റെ ജീവിതം ആരംഭിക്കുന്നത് അങ്ങനെയാണ്. അപ്പോൾ തൊമ്മച്ചൻ്റെ ജീവിതത്തിലും ഒന്ന് ചിന്തിച്ചു നോക്കുക, ലോക പരിഹാരത്തിനായിട്ട് ഈശോ സഹിച്ചതുപോലെ സഹിക്കാൻ ആഗ്രഹിച്ചുകൊണ്ട് പരിഹാരം ചെയ്യാനായിട്ട് അരയിൽ ചരട് കെട്ടിയവരുടെ ഒരു കൂട്ടായ്മ അദ്ദേഹം രൂപപ്പെടുത്തുക.
നമുക്കറിയാം അസീസിലെ വിശുദ്ധ ഫ്രാൻസിസിന്റെ ജീവിത കാലഘട്ടത്തിലും കോഡ് ബെയറേഴ്സ് എന്ന പേരിൽ ഫ്രാൻസിസിന്റെയും വിശുദ്ധ ഡൊമിനിക്കിന്റെയും സൗഹൃദത്തിൽ നിന്ന് ഒരു സന്യാസ സഭ തന്നെ രൂപപ്പെട്ടിട്ടുണ്ട്. എങ്കിലും പെനിറ്റൻസ് ഓഫ് അസീസി എന്നാണ് ഫ്രാൻസിസ് പിതാവ് ജീവിച്ചിരുന്ന കാലഘട്ടങ്ങളിൽ അദ്ദേഹത്തിന്റെ സംഘാംഗങ്ങളെ വിളിച്ചിരുന്നത്. അതുപോലെ തൊമ്മച്ചനും പരിത്യാഗ ജീവിതം ആരംഭിക്കുകയാണ്. ഇനി നമുക്കൊരു ഡൊമസ്റ്റിക് മിസ്റ്റിസിസം, ഒരു ഗാർഹിക മിസ്റ്റിസിസം നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും. തൊമ്മച്ചൻ തൻ്റെ സുഹൃത്തുക്കളെയും കൂട്ടിക്കൊണ്ട് അസിസിയിലെ വിശുദ്ധ ഫ്രാൻസിസ് കാർച്ചറിയിലും ലവേർണയിലും അതുപോലെ ഫോന്തെ കൊളംബോ പോലെയുള്ള സ്ഥലങ്ങളിലും ഒക്കെ വനാന്തരങ്ങളിൽ പോയി പ്രാർത്ഥിച്ചിരുന്നത് പോലെ പുത്തൻ കൊരട്ടി എന്ന് പറയുന്ന സ്ഥലത്ത്, മലയാറ്റൂര്, വാഗമണ്ണിനടുത്തുള്ള സ്ഥലങ്ങളിൽ, അതുപോലെ തന്നെ നെടുങ്കുന്നത്തിനടുത്തുള്ള ഒരു മലമുകളിൽ ഒക്കെയുള്ള ഗുഹകളിലൊക്കെ പോയിട്ട് വണ്ടിപ്പെരിയാർ, നമുക്കറിയാം വണ്ടിപ്പെരിയാർ അടുത്തുള്ള മുല്ലപ്പെരിയാർ വനത്തിൽ ഒക്കെ ഇന്ന് പോലും ആളുകൾക്ക് പോകാൻ അയക്കുന്ന ഇടമാണ് മുല്ലപ്പെരിയാർ. അതുപോലെയുള്ള വനാന്തരങ്ങളിൽ പോയി നോമ്പ് കാലത്ത് അദ്ദേഹം തപസ് അനുഷ്ഠിച്ചിരുന്നു. അപ്പോൾ ആലോചിച്ച് നോക്കുക, കേരള സഭയുടെ ചരിത്രത്തിലെ ഒരു കുടുംബജീവിതം നയിച്ചുകൊണ്ട് ഒരു സന്യാസത്തിന്റെ മിസ്റ്റിസിസം അതിന്റെ തീവ്രതയിൽ ജീവിച്ച ഒരു വ്യക്തിയാണ് പുത്തമ്പറമ്പിൽ തൊമ്മച്ചൻ. വീണ്ടും അദ്ദേഹത്തെക്കുറിച്ച് പറയുമ്പോൾ അദ്ദേഹത്തിലൂടെ ആദ്യമായിട്ട് കേരളത്തിൽ സംഭവിച്ച ചില കാര്യങ്ങൾ നമ്മൾ ഓർമ്മിക്കുന്നത് നല്ലതായിരിക്കും. നമുക്കറിയാം അസീസി ധ്യാനകേന്ദ്രമാണ് കേരളത്തിലെ ആദ്യത്തെ കരിസ്മാറ്റിക് ധ്യാനകേന്ദ്രം എന്ന് നമുക്കറിയാം. എന്നാൽ വചനപ്രഘോഷണം വൈദികർ ആരംഭിക്കുന്നതിന് മുൻപേ തന്നെ അദ്ദേഹം പൂന്തോപ്പ് എന്ന സ്ഥലത്ത് നോമ്പ് കാലത്ത് 250ഓളം ആളുകളെ സംഘടിപ്പിച്ച് എല്ലാ നോമ്പ് കാലത്തും താമസിപ്പിച്ചുള്ള ധ്യാനം നടത്തിയിരുന്നു. അസീസിലെ വിശുദ്ധ ഫ്രാൻസിസിന് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലമായിരുന്നു പോർസ്റ്റുവിങ്കള, ഒരു ലിറ്റിൽ പോർഷൻ, ഒരു കുഞ്ഞു സ്ഥലം ബെനഡിക്റ്റൈൻ സഭക്കാരുടെ കൈവശം ഉണ്ടായിരുന്നത്. ഫ്രാൻസിസിന്റെ ഉപയോഗത്തിനായിട്ട് അദ്ദേഹം പുതുക്കി പണിത് കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് നൽകപ്പെട്ടതാണ് ആ സ്ഥലം. നമുക്കറിയാം മാലാഹമാരുടെ രാജ്ഞിയുടെ ബസിലിക്കയുടെ ഉള്ളിൽ ഇന്നും ആ ചെറിയ ഭവനം പൂജ്യമായിട്ട് സംരക്ഷിക്കപ്പെടുന്നുണ്ട്. അപ്പോൾ അതൊക്കെ വായിച്ചറിഞ്ഞപ്പോൾ പുത്തപ്പറമ്പിൽ തൊമ്മച്ചൻ അതുപോലെ തന്നെ ഒരു സ്ഥലം പൂന്തോപ്പ് എന്ന സ്ഥലത്ത് അദ്ദേഹം ആ പൂന്തോപ്പ് എന്നുള്ള പേരിട്ടുകൊണ്ട് തന്നെ, ഉദ്യാനം എന്നുള്ള പേരിട്ടുകൊണ്ട് തന്നെ അദ്ദേഹം ആലപ്പുഴയിൽ ഒരു കുഞ്ഞു സ്ഥലം വാങ്ങിച്ചു. അവിടെ നോമ്പുകാലത്ത് 250ഓളം ആളുകളെ സംഘടിപ്പിച്ചുകൊണ്ട് അദ്ദേഹം നോമ്പുകാല ധ്യാനം നടത്തിയിരുന്നു. അപ്പോൾ ആദ്യത്തെ ഒരു വചനപ്രഘോഷകൻ ആരായെന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും പുത്തമ്പറമ്പിൽ തൊമ്മച്ചനെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ അദ്ദേഹം ആണ് കേരള സഭയിൽ ആദ്യമായിട്ട് ഒരു അൽമായ മുന്നേറ്റം തുടങ്ങിയതെന്ന് നമ്മൾ കണ്ടു. പിന്നീട് കാലങ്ങൾ കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ ആത്മീയ ഗുരുക്കന്മാരായിട്ടുള്ള വൈദികരിൽ നിന്നാണ് അസീസിയിലെ ഫ്രാൻസിസും ഇതുപോലെയാണ് ജീവിച്ചതെന്ന് മനസ്സിലാക്കുകയും അദ്ദേഹം ഫ്രാൻസിസ്കൻ 3-ാം സഭ അൽമായർക്ക് വേണ്ടിയിട്ട് ആരംഭിച്ചിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുകയും ചെയ്ത് അതോടുകൂടി ആ നിയമാവലി അദ്ദേഹം സ്വീകരിച്ചുകൊണ്ട് ഫ്രാൻസിസ്കൻ 3-ാം സഭയ്ക്ക് കേരളത്തിൽ പ്രാരംഭം കുറിക്കുകയാണ്. അതുകൊണ്ട് തന്നെ അതിലൂടെയൊക്കെയാണ് ഫ്രാൻസിസിനെ അദ്ദേഹം തിരിച്ചറിയുന്നത്, വീണ്ടും വായിക്കുന്നതൊക്കെ. അദ്ദേഹം 5 കായ ഫ്രാൻസിസ്കോസ് എന്നാണ് ഫ്രാൻസിസിനെ വിളിച്ചിരുന്നത്. 5 കായ എന്ന് വെച്ചാൽ ശരീരത്തിലെ 5 മുറിവുകൾ ധരിച്ചവനായ ഫ്രാൻസിസ്, ഈശോയുടെ തിരുമുറിവ് സ്വീകരിച്ച ഫ്രാൻസിസ് എന്നായിരുന്നു വിളിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ കേരള കത്തോലിക്ക സഭയിൽ അദ്ദേഹം ആരംഭിച്ച ഫ്രാൻസിസ്കൻ 3-ാം സഭയിൽ ജീവിതകാലത്ത് 3000ഓളം അംഗങ്ങളെ ചേർക്കാനായിട്ട് അദ്ദേഹത്തിന് സാധിച്ചു. നമുക്കറിയാം റോക്കോ ശീഷ്മയുടെ ഒക്കെ ഒരു കാലഘട്ടങ്ങളിൽ ഏകദേശം 162ഓളം ഇടവകകളായിരുന്നു അന്ന് കേരളത്തിൽ ആകെ ഉണ്ടായിരുന്നത്. അതിൽ 52ഓളം ഇടവകകളിൽ അദ്ദേഹം സ്ഥാപിച്ചിരുന്നു എന്ന് രേഖകളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. 52-ലധികം സ്ഥലങ്ങളിൽ അദ്ദേഹം സഞ്ചരിച്ചിട്ടുണ്ട്, സ്ഥാപിച്ചിട്ടുണ്ട്. എങ്കിലും രേഖകളിൽ നിന്ന് നമുക്ക് 52 ഇടവകളിൽ അദ്ദേഹം ഈ ആത്മീയ യാത്ര അല്ലെങ്കിൽ കുടുംബജീവിതക്കാരുടെ ഈ സന്യാസ സഭ സ്ഥാപിച്ചിരുന്നു എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. വീണ്ടും നമുക്ക് കാണാൻ സാധിക്കുന്നത് ഈ അൽമായ സന്യാസ സഭ അദ്ദേഹം സ്ഥാപിച്ചു കഴിഞ്ഞപ്പോൾ ആ കാലഘട്ടത്തിൽ തന്നെ അദ്ദേഹത്തിൻ്റെ ഈ അൽമായ മുന്നേറ്റത്തെ അല്ലെ ആത്മീയ മുന്നേറ്റത്തെ മറ്റൊരു സന്യാസ സഭയുടെ സ്ഥാപനത്തിലേക്ക് നയിക്കുകയായിരുന്നു. അതാണ് ഫ്രാൻസിസ്കൻ ക്ലാരിസ്റ്റ് സന്യാസ സമൂഹം. നമുക്കറിയാം അൽഫോൻസാമ, അതുപോലെ തന്നെ വാഴ്ത്തപ്പെട്ട റാണി മരിയം തുടങ്ങിയ സഹോദരിമാരൊക്കെ വിശുദ്ധരായി തീർന്നത് ഈ ഫ്രാൻസിസ്കൻ ക്ലാരിസ്റ്റ് സന്യാസ സമൂഹത്തിൽ നിന്നാണ്. അതിന് രൂപം കൊടുത്ത ആദ്യകാല സന്യാസിനിമാരൊക്കെ രൂപപ്പെട്ടത് ഈ ഫ്രാൻസിസ്കൻ 3-ാം സഭയിലെ പരിശീലനത്തിലൂടെയാണ്. അവർ പാലായിക്കടുത്തുള്ള കണ്ണാടിയുറുമ്പ് എന്ന സ്ഥലത്ത് അവർ താമസിക്കുകയും അതിനുശേഷം അവരൊരു കൊച്ചു ഭവനത്തിൽ ഒരുമിച്ച് കൂടി താമസിക്കുകയും പിന്നീട് അവരുടെ കൂടെ അനേകർ കൂടിച്ചേരുകയും പിന്നീട് ലവീഞ്ഞ് പിതാവ് വന്നപ്പോൾ അവർക്ക് ഒരു സന്യാസ സഭയുടെ നിയമാവലി അംഗീകരിച്ചു കൊടുക്കുകയും വ്രതവാഗ്ദാനം സ്വീകരിക്കുകയൊക്കെ ചെയ്തത് നമ്മളെ ചരിത്രത്തിൽ നിന്ന് നമുക്ക് വായിച്ചെടുക്കാനായിട്ട് സാധിക്കും. ലവീഞ്ഞ് പിതാവിന് മുൻപ് 13 വർഷം മുമ്പ് തന്നെ ഈ സന്യാസ സമൂഹം അവിടെ ആരംഭിച്ചിരുന്നു, പാലയിലെ കണ്ണാടി ഉറുമ്പിൽ. അത് നമുക്കതിൻ്റെ ചരിത്രത്തിൻ്റെ തെളിവുകളൊക്കെ അവിടെ നമുക്ക് കാണാൻ സാധിക്കും. ആ ഭവനവും അവരാദ്യം സ്ഥാപിച്ചിരുന്ന
ആ സന്യാസ സഭയുടെ ആ ഒരു ഭവനത്തിൻ്റെ തറയുമൊക്കെ വളരെ വൃത്തിയായിട്ട് വളരെ മനോഹരമായിട്ട് ഒരു പൂജ്യ വസ്തു പോലെ അവിടെ സംരക്ഷിക്കപ്പെടുന്നുണ്ട്. അപ്പോൾ ആ സ്മാരകമൊക്കെ സൂചിപ്പിക്കുന്നത് പുത്തംപറമ്പിൽ തൊമ്മച്ചനിൽ നിന്ന് ആരംഭിച്ച ആ അൽമായ സന്യാസിനിമാരുടെ ജീവിതം അതിൻ്റെ പൂർണ്ണതയിൽ എത്തിച്ചേർന്നപ്പോഴാണ് ഫ്രാൻസിസ്കൻ ക്ലാരിസ്റ്റ് സന്യാസ സമൂഹം ആരംഭിച്ചത്. ഒരു വലിയ ദൈവാനുഗ്രഹമായിട്ട് നമുക്ക് കാണാൻ സാധിക്കുക പുത്തംപറമ്പിൽ തൊമ്മച്ചൻ്റെ മരണത്തിൻ്റെ 100ാം വാർഷിക വർഷത്തിലാണ്. ഒരു വലിയ ദൈവാനുഗ്രഹം ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് 1908 പുത്തംപറമ്പിൽ തൊമ്മച്ചൻ മരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ സ്വർഗപ്രവേശനത്തിൻ്റെ 100ാം വാർഷികം 2008 ഫ്രാൻസിസ്കൻ ക്ലാരിസ്റ്റ് സന്യാസ സമൂഹത്തിലൂടെ കേരളത്തിലെ ആദ്യത്തെ വനിതാ വിശുദ്ധയെ നമുക്ക് ലഭിക്കുന്ന, അത് വാഴ്ത്തപ്പെട്ട അൽഫോൻസാമ വിശുദ്ധ അൽഫോൻസാമയായിട്ട് മാറുന്നത് ഈ 2008. അപ്പം ആ 100ാം വാർഷികത്തിലാണ് നമുക്കിത് കാണാനായിട്ട് സാധിക്കുക. എനിക്കിതിനോടൊരു പ്രത്യേക താല്പര്യം തോന്നാൻ കാരണം എൻ്റെ ഓർഡിനേഷൻ ആ വർഷത്തിൽ തന്നെയായിരുന്നു. അപ്പോൾ എനിക്ക് ഈ പുത്തംപറമ്പിൽ തൊമ്മച്ചനെ കുറിച്ച് സെമിനാരി പഠനകാലത്തൊക്കെ ഞാൻ കേട്ടിട്ടുണ്ടെങ്കിലും അദ്ദേഹത്തിൻ്റെ ബന്ധുക്കളായിട്ടുള്ള കുറ്റിക്കൽ ഇമ്മാനുവൽ ബ്രദറും അതുപോലെ ഹിപ്പോളിറ്റസ് കുന്നങ്കൽ പിതാവും ഒക്കെ പലപ്പോഴായിട്ട് പരിചയപ്പെട്ടിട്ടുണ്ടെങ്കിലും എനിക്ക് എൻ്റെ ഉള്ളിൽ കിടന്ന ഒരു ആഗ്രഹമായിരുന്നു ഈ തൊമ്മച്ചനെക്കുറിച്ച് കൂടുതൽ അറിയണമെന്നുള്ളത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെക്കുറിച്ചൊരു ചെറിയ ഷോർട്ട് ഫിലിം 2008 ഓർഡിനേഷൻ കഴിഞ്ഞ് അല്പം കഴിഞ്ഞപ്പോൾ എനിക്ക് ആരംഭിക്കാനായിട്ട് സാധിച്ചു. ഏതാനും ചില കാര്യങ്ങളൊക്കെ ചെയ്തു വെക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അപ്പോൾ അന്ന് ഞാനിങ്ങനെ ആഗ്രഹിച്ചിരുന്നു, തൊമ്മച്ചൻ്റെ ഒരു രേഖാചിത്രം ആരോ ഒരു കാലഘട്ടത്തിൽ വളരെ ലാഘവത്തോടെ എന്ന് പറയുന്നില്ല എങ്കിലും വളരെ അധികം എഫേർട്ട് എടുക്കാതെ വരച്ച ഒരു ഛായാചിത്രം മാത്രമാണ് കേരളത്തിൽ പ്രചരിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളിൽ ആരുടെയെങ്കിലും ഒക്കെ കൈവശം യഥാർത്ഥ ചിത്രമുണ്ടോ എന്ന് അന്വേഷിക്കുകയും പിന്നീട് അതിനുശേഷം അല്ലെങ്കിൽ ആ കുടുംബാംഗങ്ങളുടെ പൊതുവായിട്ടുള്ള ഫീച്ചേഴ്സൊക്കെ എന്താണെന്നൊക്കെ നോക്കി ഈ ഇപ്പോൾ പ്രചരിക്കുന്ന രേഖാചിത്രവുമായിട്ട് ഒക്കെ സാമ്യമുണ്ടോ എന്നൊക്കെ നോക്കി ഒരു ചിത്രം വരയ്ക്കാനായിട്ട് ഒരു ആഗ്രഹം ഉള്ളിൽ ജനിച്ചു. 2017 എനിക്കതിനുള്ള കൂടുതലായിട്ടുള്ളൊരു സൗകര്യവും അവസരമൊക്കെ ഒത്തത്. അപ്പോൾ 2017 കോട്ടയം തെള്ളകം ലത്തീൻ ഇടവകയിലെ ജിസ്മോൻ ലൂക്കോസ് എന്ന് പറയുന്ന ആർട്ടിസ്റ്റിനെ ഞാൻ കാണുകയും അദ്ദേഹത്തെ ഈ ചിത്രം വരയ്ക്കാനായിട്ട് ഏൽപ്പിക്കുകയും ചെയ്തു. അദ്ദേഹം പറഞ്ഞു, എനിക്കിത് വരയ്ക്കാനായിട്ട് സാധിക്കില്ല, കാരണം നമ്മൾ ചിന്തിക്കുന്നതിനെ കഴിഞ്ഞും ഒത്തിരിയേറെ ആഴമുള്ളൊരു ചിത്രമാണ്, അതുകൊണ്ട് എൻ്റെ ഗുരു അത് വരയ്ക്കും എന്ന് പറഞ്ഞ് അദ്ദേഹത്തിൻ്റെ ഗുരുവിനെ സമീപിക്കുകയുണ്ടായി. എന്നാൽ അദ്ദേഹത്തിന് അത് വരയ്ക്കുന്നതിന് ആവശ്യമായ ചിലവ് ചെയ്തു കൊടുക്കാനായിട്ട് എനിക്ക് അന്ന് സാധിക്കുമായിരുന്നില്ല. അതുകൊണ്ട് ഞങ്ങൾ ആ പദ്ധതി താൽക്കാലികമായിട്ട് ഉപേക്ഷിച്ചു. ജിസ്മോനോട് പറഞ്ഞു, ജിസ്മോനെ, നിനക്ക് എന്തെങ്കിലും ഒരു പ്രചോദനം കിട്ടുമ്പോൾ ഈ ചിത്രം നിനക്ക് വരയ്ക്കാനായിട്ട് സാധിക്കും, അന്ന് നീ അത് വരച്ചാൽ മതി എന്ന് പറഞ്ഞ് പോരുകയാണ്. എന്നാൽ 2023 ഈ ചിത്രം വരയ്ക്കുന്നതിന് ആസ്പദമായിട്ടുള്ള സംഭവമാണ് വിവരിക്കുക. 2023 ജനുവരി മാസം ജിസ്മോന് ഒരു ആത്മീയ ദർശനം ഉണ്ടാവുകയാണ് ഈ പുത്തംപറമ്പിൽ തൊമ്മച്ചൻ അദ്ദേഹത്തിൻ്റെ നിദ്രയിൽ പ്രത്യക്ഷപ്പെട്ടതുപോലെ അദ്ദേഹത്തിന് അനുഭവപ്പെട്ടു. പിറ്റേ ദിവസം തന്നെ അദ്ദേഹം എന്നെ വിളിക്കുന്നു. വീണ്ടും തൊടുപുഴയിലുള്ള ആശ്രമത്തിലേക്ക് അദ്ദേഹം വന്നതിന് ശേഷം ജിസ്മോൻ പറഞ്ഞു, അച്ഛൻ പണ്ട് എന്നെ ഏൽപ്പിച്ച ആ ഒരു അപ്പാപ്പനില്ലേ, ആ അപ്പാപ്പൻ്റെ ചിത്രം വരയ്ക്കാനായിട്ട് എനിക്കിപ്പോൾ ആഗ്രഹമുണ്ട്, എനിക്കിങ്ങനെ ഒരു അനുഭവം ഉണ്ടായി. ഞങ്ങൾ വീണ്ടും അദ്ദേഹത്തിൻ്റെ തറവാട്ടിൽ പോവുകയും പ്രളയം മൂലം അടച്ചിട്ടിരുന്ന ആ വീട്ടിൽ കുറേ ആൽബങ്ങളൊക്കെ അന്ന് നിരത്തിയിട്ടിട്ടുണ്ടായിരുന്നു. ഫ്രാൻസിസ്കൻ അൽമായ സഭയിലെ ചില സഹോദരങ്ങൾ അവിടെ അത് തുറന്നു തരികയും ഞങ്ങളവിടെ പ്രവേശിക്കുകയും ചിത്രങ്ങളുടെ എല്ലാം ഫോട്ടോ ഞങ്ങൾ എടുക്കുകയും ചെയ്തു. അതിനുശേഷം കോമൺ ആയിട്ടുള്ള ചില ഫീച്ചേഴ്സൊക്കെ വെച്ച് നോക്കിയെങ്കിലും ഏകദേശം ഞങ്ങൾക്ക് അതിൻ്റെ ഒരു ഏകദേശ രൂപം മാത്രമാണ് മനസ്സിൽ തെളിഞ്ഞത്. എന്നാൽ 9 മാസം ഈ പറയുന്ന ജിസ്മോൻ എന്ന വ്യക്തി ഉപവാസം എടുത്ത് തെള്ളകം ഇടവകയിലെ ഇടവക ജനത്തോടൊപ്പം ഇരുന്ന് പ്രാർത്ഥിക്കുകയും അതോടൊപ്പം വികാരിയച്ഛനും അതിന് വ്യക്തമായിട്ടുള്ള നേതൃത്വം കൊടുക്കുകയും ചെയ്തു. അങ്ങനെ പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ വീണ്ടും ഈ പുത്തംപറമ്പിൽ തൊമ്മച്ചൻ്റെ ഒരു മുഖദർശനം ഉണ്ടാവുകയാണ്. അങ്ങനെ അദ്ദേഹം രൂപപ്പെടുത്തിയ ചിത്രമാണ് നമ്മൾ ഇപ്പോൾ കാണുന്ന ഈ ചിത്രം. ഇത് പുത്തംപറമ്പിൽ തൊമ്മച്ചൻ്റെ 50ാം ചരമവാർഷികത്തിൽ വരച്ച ആ ഒരു ചിത്രവുമായിട്ട് സാമ്യമുണ്ട്. ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചിത്രം നമുക്ക് ലഭ്യമാണ്. ആ ചിത്രവുമായിട്ട് വളരെയധികം സാമ്യമുണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ മുഖമാണെങ്കിലും പിന്നീട് അദ്ദേഹത്തിന് വ്യക്തമായിട്ടൊരു ബോധ്യത്തിൽ നിന്ന് അദ്ദേഹത്തിന് വരച്ചു ചേർക്കാനായിട്ട് സാധിച്ചു. അതിനുശേഷം ഞങ്ങൾ പലരെ ഈ ചിത്രം കാണിക്കുകയാണ് ഉണ്ടായി വിവിധ സ്ഥലങ്ങളിൽ. ആ കാണിച്ചപ്പോഴൊക്കെ അവർക്ക് ഇത് പുത്തംപറമ്പിൽ തൊമ്മച്ചനല്ലേ എന്ന് ഞങ്ങൾ പറയാതെ തന്നെ പറയുന്ന ഒരു അനുഭവം ഉണ്ടായി. പ്രത്യേകിച്ച് ഗൊരേത്തിയമ്മ അതുപോലെയുള്ള അനേകർ തൊമ്മച്ചനെക്കുറിച്ച് കൂടുതലായിട്ട് പഠിക്കുകയും അതുപോലെ തന്നെ വായിക്കുകയൊക്കെ ചെയ്ത വ്യക്തികൾ ഇത് തൊമ്മച്ചനല്ലേ എന്ന ചോദ്യം ചോദിക്കുകയുണ്ടായി. തൊമ്മച്ചൻ്റെ സന്യാസ ജീവിതത്തെ വളരെ വ്യക്തമായിട്ട് ചിത്രീകരിക്കുന്ന, അൽമായ സന്യാസത്തെ ചിത്രീകരിക്കുന്ന ഒരു
രൂപമാണിത്. കാരണം ഇവിടെ ഫ്രാൻസിസ് അസീസിയുടെയും ഈശോയുടെയും ചിത്രം ആ കാലഘട്ടങ്ങളിൽ പ്രചരിച്ചിരുന്നത് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും. തൊമ്മച്ചൻ്റെ താപസ ജീവിതത്തെ അനുസ്മരിപ്പിക്കുന്ന ചമ്മട്ടി ഇവിടെ കാണാൻ, മുള്ളരിങ്ങാടവും ചമ്മട്ടിയും ഇവിടെ കാണാൻ സാധിക്കും. അദ്ദേഹത്തിൻ്റെ താപസ ജീവിതത്തിന് അദ്ദേഹം ആരംഭം കുറിച്ചപ്പോൾ ധരിച്ചിരുന്ന ഉത്തിരിയവും അതോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ ഫ്രാൻസിസ്കൻ ഉത്തിരിയവും അതോടൊപ്പം അദ്ദേഹത്തിൻ്റെ അരയിലെ ചരടും നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും. അദ്ദേഹം അന്ന് ഫ്രാൻസിസ്കൻ സഭയിൽ ചേർന്നപ്പോൾ ധരിച്ചിരുന്ന ഹങ്കർക്ക, അദ്ദേഹത്തിൻ്റെ സന്യാസ വസ്ത്രവും അതിൻ്റെ ചരടും നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും. അപ്പം പുത്തമ്പറമ്പിൽ തൊമ്മച്ചൻ്റെ ഈ ചിത്രം വരച്ചു കഴിഞ്ഞപ്പോൾ വീണ്ടും ഒരു ദൈവിക അനുഭവം ഉണ്ടായത് ഇങ്ങനെയാണ്. ഈ ചിത്രം ആരെക്കൊണ്ട് പ്രകാശനം ചെയ്യിക്കും എന്നുള്ളതായിരുന്നു അടുത്ത ഒരു ആഗ്രഹം. പലരെയും മനസ്സിലേക്ക് വന്നുവെങ്കിലും ഞങ്ങൾ അല്പം കൂടി വെയിറ്റ് ചെയ്തു. കാരണം ദൈവം എന്താണോ ആഗ്രഹിക്കുന്നത് അതിനനുസരിച്ചുള്ള ഏറ്റവും നല്ലൊരു സന്ദർഭത്തിൽ ഇത് പൂർത്തീകരിക്കപ്പെടും എന്ന ഒരു ആഗ്രഹം, പൂർത്തീകരിക്കണം എന്നുള്ളൊരു ആഗ്രഹം ഉള്ളിലുണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഏറ്റവും ഉചിതമായിട്ട് ഫ്രാൻസിസ്കൻ ജീവിതം കേരളത്തിൽ ആദ്യമായിട്ട് ജീവിച്ച ഈ വ്യക്തി എങ്ങനെ ആദരിക്കപ്പെടണം എന്നതിന് ദൈവത്തിന് വ്യക്തമായിട്ടുള്ള ഒരു ലക്ഷ്യമുണ്ടായിരുന്നു എന്ന് ഞങ്ങൾ അറിയുന്നത് അന്നേരമാണ്. കാരണം ഫ്രാൻസിസ്കൻ കപ്പുച്ചിൻ സഭയുടെ മിനിസ്റ്റർ ജനറലും അതോടൊപ്പം തന്നെ എല്ലാ ജനറൽ കൗൺസിലേഴ്സും അതോടൊപ്പം ലോകത്തെ എല്ലാ ഫ്രാൻസിസ്കൻ പ്രൊവിൻഷ്യൽസും അവരുടെ പ്രൊവിൻഷ്യൽ കൗൺസിലേഴ്സും കൂടി കേരളത്തിലേക്ക് 2023 വരേണ്ട ഒരു സാഹചര്യം ഉണ്ടായി. ചാപ്റ്റർ ഓഫ് മാത്സ് അസീസിലെ ഫ്രാൻസിസ് ആരംഭിച്ചതുപോലെ ഒരു പനമ്പ് സമ്മേളനം, അല്ലെങ്കിൽ എല്ലാ സുപ്പീരിയേഴ്സിൻ്റെയും കൂടെ സഭയെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുകൾ കൂടുതലായിട്ട് രൂപപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു കൂട്ടായ്മയായിരുന്നു അത്. അവിടെ നടക്കുന്ന കാര്യം അപ്പോഴാണ് ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടത്. ഞങ്ങളുടെ പ്രൊവിൻഷ്യൽ അച്ഛൻ ആയിട്ടുള്ള ബഹുമാനപ്പെട്ട ജോർജ് ആൻ്റണി അച്ഛനോട് അനുവാദം ചോദിക്കുകയും അതിൽ ഈ ചിത്രം ഫ്രാൻസിസ്കൻ കപ്പുച്ചിൻ സഭയുടെ ജനറൽ അച്ഛനെ കൊണ്ട്, അതായത് അസീസിലെ ഫ്രാൻസിസിൻ്റെ സ്ഥാനത്ത് ആരാണോ അദ്ദേഹത്തെ കൊണ്ട് ഈ ചിത്രം പ്രകാശനം ചെയ്യിക്കുകയും അതോടൊപ്പം തന്നെ എല്ലാ പ്രൊവിൻഷ്യൽസിനെയും എല്ലാ കൗൺസിലേഴ്സിനെയും, സഭയിലെ ഏകദേശം 150 അധികം പ്രൊവിൻസുകളുണ്ട്, ആ പ്രൊവിൻസുകളിൽ നിന്നും ആ മേഖലകളിൽ നിന്നൊക്കെ വന്ന സുപ്പീരിയേഴ്സിന് മുമ്പിൽ വെച്ച് ഈ ചിത്രം പ്രകാശനം ചെയ്യപ്പെടുന്നത് ഒരു വലിയ ഒരു ദൈവാനുഭവമായിട്ട് ഞങ്ങൾ കരുതുക. ഈ മനുഷ്യൻ എങ്ങനെ ആദരിക്കപ്പെടണമെന്ന് ദൈവം എന്താ ആഗ്രഹിച്ചു അത് അവിടെ സംഭവിച്ചതായിട്ട് ഞങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചു. പുത്തമ്പറമ്പിൽ തൊമ്മച്ചൻ്റെ ജീവിതത്തിലൂടെ സംഭവിച്ച ഒരു കാര്യം ഫ്രാൻസിസ്കൻ ക്ലാരിസ്റ്റ് സന്യാസ സമൂഹത്തിൻ്റെ രൂപീകരണത്തിലേക്ക് നയിക്കപ്പെട്ടത് നമ്മൾ കണ്ടു. എന്നാൽ വീണ്ടും നമുക്ക് കാണാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ മറ്റൊരു സന്യാസിനി സമൂഹമാണ് കേരളത്തിലെ ദിവ്യകാരുണ്യത്തിൻ്റെ ആരാധന സന്യാസിനി സമൂഹം. അത് തുടങ്ങിയത് ബഹുമാനപ്പെട്ട ധന്യനായിട്ടുള്ള കുരിയാളശ്ശേരി പിതാവും അതോടൊപ്പം തന്നെ ദേവദാസിയായിട്ടുള്ള ശന്താളമ്മയും ചേർന്നാണ്. ശന്താളമ്മയുടെ ജീവചരിത്രത്തിൽ നമുക്ക് വ്യക്തമായിട്ട് കാണാൻ സാധിക്കും, ഞാൻ ഫ്രാൻസിസ്കൻ 3-ാം സഭയിലെ ഏറ്റവും തീക്ഷ്ണതയോടെ ജീവിച്ചിരുന്ന ഒരു വ്യക്തിയാണെന്ന് ശന്താളമ്മ തന്നെ അവിടെ പറയുന്നുണ്ട്. പിന്നീട് കുരിയാളശ്ശേരി അച്ഛൻ, അതായത് പിതാവ് അച്ഛനായിരുന്നപ്പോൾ ഈ കുരിയാളശ്ശേരി അച്ഛൻ ഈ പുത്തമ്പറമ്പിൽ തൊമ്മച്ചൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്ത്, ആത്മീയ ഉപദേഷ്ടാവുമായിരുന്നു. അവർ അങ്ങനെ ആത്മീയമായിട്ടുള്ള പല കാര്യങ്ങളും ഒരുമിച്ച് ചെയ്യുകയും ആത്മീയമായിട്ട് വളരെ അധികം അങ്ങോട്ട് ഇങ്ങോട്ട് മത്സരിക്കുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് ചരിത്രത്തിൽ കാണാനായിട്ട് സാധിക്കും. ആർക്കാണ് കൂടുതൽ എളിമയെന്നും ആരാണ് അനുസരിക്കുന്നതെന്നും ഒക്കെ അവിടെ വ്യക്തമായിട്ട് അവരുടെ ചില അനുഭവങ്ങളിലൂടെ അവർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ കുരിയാളശ്ശേരി അച്ഛനായിരുന്നു തൊമ്മച്ചൻ്റെ ഒരു ആത്മീയ ഉപദേഷ്ടാവായിട്ടുള്ളത്. ശന്താളമ്മയും അതോടൊപ്പമുള്ള സന്യാസിനിമാരും തങ്ങൾക്ക് ദിവ്യകാരുണ്യ ആരാധന നടത്തുന്നതിന്, അല്ലെങ്കിൽ ദിവ്യകാരുണ്യ സന്യാസിനി സമൂഹം രൂപപ്പെടുത്തുന്നതിനുള്ള ആഗ്രഹവുമായിട്ട് ഒരു സന്യാസ ജീവിതത്തിൻ്റെ ആഗ്രഹവും പങ്കുവെച്ചുകൊണ്ട് കുരിയാളശ്ശേരി അച്ഛനെ കാണുമ്പോൾ അച്ഛൻ്റെ അടുക്കൽ ആ സമയത്ത് പുത്തമ്പറമ്പിൽ തൊമ്മച്ചനുണ്ടായിരുന്നു. ഇവർക്ക് എവിടെയാണ് തൊമ്മച്ച നമുക്കൊരു സ്ഥലം കൊടുക്കാൻ സാധിക്കുന്നത് എന്ന് തൊമ്മച്ചനോട് കുരിയാളശ്ശേരി അച്ഛൻ ചോദിച്ചപ്പോൾ തൊമ്മച്ചൻ പറഞ്ഞു, എൻ്റെ വീട് അവർക്ക് വേണ്ടി ഞാൻ വിട്ടുകൊടുക്കാം, ഞാൻ എൻ്റെ തൊഴുത്തിലേക്ക് മാറി താമസിച്ചു കൊള്ളാം എന്ന് പറയുകയാണ്. അപ്പോൾ കുരിയാളശ്ശേരി അച്ഛൻ പറഞ്ഞു, ഈശോ കാലിത്തൊഴുത്തിൽ ജനിച്ചതുപോലെ ഈ സന്യാസിനിമാരാണ് കാലിത്തൊഴുത്തിൽ അവരുടെ സഭ ജീവിതം ആരംഭിക്കേണ്ടത്. തൊമ്മച്ചൻ മാറേണ്ട ആവശ്യമില്ല, തൊഴുത്ത് അവർക്കായിട്ട് വിട്ടുകൊടുക്കാനായിട്ട് പറയുകയാണ്. തൊമ്മച്ചൻ്റെ തൊഴുത്തിലും പിന്നീട് വള്ളപ്പുരയിലേക്കും ഒക്കെ മാറ്റപ്പെട്ട ആരാധനാ സന്യാസിനി സമൂഹത്തിൻ്റെ ആരംഭകാല ചരിത്രത്തിൽ ഈ സംഭവം രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ തൊമ്മച്ചൻ്റെ മരണത്തിൻ്റെ അവസരത്തിൽ ആദ്യത്തെ അത്ഭുതമായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്, തൊമ്മച്ചനോട് ശന്താളമ്മ പറയുന്നുണ്ട്, തൊമ്മച്ചനപ്പാപ്പ ഞങ്ങൾക്ക് ഇതുവരെയും ശിരോവസ്ത്രം ധരിക്കാനായിട്ട് അനുവാദം കിട്ടിയിട്ടില്ല, അല്ലെങ്കിൽ സഭയിൽ വ്രതവാഗ്ദാനം നടത്താനായിട്ടുള്ള ഒരു അനുവാദം കിട്ടിയിട്ടില്ല. അതിനു വേണ്ടിയിട്ടുള്ള അനുവാദം പല രീതിയിൽ കുരിയാളശ്ശേരി അച്ഛൻ പരിശ്രമിച്ചിട്ടും കിട്ടിയിട്ടില്ല. അതുകൊണ്ട് തൊമ്മച്ചനപ്പാപ്പൻ സ്വർഗത്തിൽ ചെല്ലുമ്പോൾ ഞങ്ങൾക്ക് വേണ്ടി ഇത് വാങ്ങിത്തരണം. തൊമ്മച്ചൻ നവംബർ 1 1908 മരിക്കുന്നു.
തുടർന്ന് 1 മാസത്തിനുള്ളിൽ തന്നെ ഈ അനുവാദം അത്ഭുതകരമായിട്ട് ലഭിക്കുന്നത് നമുക്ക് ചരിത്രത്തിൽ വായിക്കാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ഈ കുര്യാളശ്ശേരി അച്ഛനാണ് ചങ്ങനാശ്ശേരി രൂപതയിലെ ധന്യനായിട്ടുള്ള കുര്യാളശ്ശേരി മെത്രാനായിട്ട് പിന്നീട് മാറ്റപ്പെടുന്നത് എന്നതും ഒരു വലിയ ദൈവാനുഗ്രഹമായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. 2 സന്യാസിനി സമൂഹങ്ങളുടെ ആരംഭഘട്ടത്തിൽ വളരെ നിർണായകമായ ഒരു സാന്നിധ്യമായി തീരാനായിട്ട് തൊമ്മച്ചന് സാധിച്ചു എന്നുള്ളത് തന്നെ ഒരു വലിയ ദൈവാനുഭവമാണ്. നമ്മൾ 2 എന്ന് പറയുമ്പോഴും തൊമ്മച്ചൻ ആരംഭിച്ച അൽമായ സന്യാസ സമൂഹത്തെ നമ്മൾ മറക്കരുത്. അപ്പോൾ 3 സന്യാസ സമൂഹങ്ങൾ ഈ കേരളത്തിലെ ഏറ്റവും പ്രബലമായിട്ട് തീരുന്നതിന് ദൈവം എടുത്തുപയോഗിച്ച വ്യക്തികളിൽ ഒരാൾ പുത്തമ്പറമ്പിൽ തൊമ്മച്ചനാണ്. പ്രിയമുള്ളവരെ, ഇപ്പോൾ ഞാൻ ഈ ചിത്രവുമായിട്ട് നിന്ന് സംസാരിക്കാനുള്ള കാരണം വീണ്ടും എനിക്ക് ഈ ചിത്രവും അല്ലെങ്കിൽ തൊമ്മച്ചൻ്റെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട് മറ്റൊരു അനുഭവം ഉണ്ടായതുകൊണ്ടാണ്. 2025 സന്യസ്തരുടെ ജൂബിലി ദിനത്തിൽ ലയോ 14 മാർപ്പാപ്പ അർപ്പിച്ച വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കാനായിട്ട് എനിക്ക് അവസരം ലഭിച്ചപ്പോൾ ഫ്രാൻസിസ്കൻ കപ്പുച്ചിൻ സഭ നടത്തുന്ന ഹെറിറ്റേജ് കോഴ്സിൽ പങ്കെടുക്കാനായിട്ട് ഞാൻ റോമിലേക്ക് വന്ന അവസരത്തിൽ ഞാൻ ഓർത്തു, തൊമ്മച്ചൻ്റെ ചിത്രം പ്രകാശനം ചെയ്തത് ഫ്രാൻസിസ്കൻ കപ്പുച്ചിൻ സഭയുടെ മിനിസ്റ്റർ ജനറലായിട്ടുള്ള റോബർട്ടോ ജെനുവിൻ അച്ഛനാണ്. അച്ഛനെ കൊണ്ട് ഈ ചിത്രത്തിൽ ഒരു കയ്യൊപ്പ് മേടിപ്പിക്കണം. അത് ആ ചിത്രം പല രീതിയിൽ സ്നേഹിക്കുന്ന കുറച്ച് അധികം ആളുകളുണ്ട്. അവരിൽ ചിലർക്ക് അതിൻ്റെ ഓരോ കോപ്പി കൊടുക്കണം. അങ്ങനെയെങ്കിൽ മാർപ്പാപ്പ പൊതുവായിട്ട് ചിത്രങ്ങളും ജപമാലയൊക്കെ വെഞ്ചരിക്കുന്ന അവസരത്തിൽ ഈ ചിത്രവും കൂടി വെഞ്ചരിക്കുകയാണെങ്കിൽ നല്ലതാണല്ലോ എന്നോർത്ത് ഞാൻ ഈ ചിത്രങ്ങളും കയ്യിലെടുത്തിരുന്നു. അങ്ങനെ അന്നേ ദിവസം വിശുദ്ധ കുർബാന കഴിഞ്ഞ് ലയോ 14 മാർപ്പാപ്പ ജനങ്ങളുടെ ഇടയിലൂടെ ജനത്തെ സന്ദർശിക്കുന്നതിന് വേണ്ടിയിട്ട് കടന്നു വരുന്ന അവസരത്തിൽ ഈ ചിത്രം ഞാൻ ഉയർത്തി കാണിച്ചപ്പോൾ മാർപ്പാപ്പ വളരെ കൗതുകത്തോടു കൂടി, ഒരുപക്ഷെ മാർപ്പാപ്പ ആദ്യമായിട്ടായിരിക്കും തിരുസഭയിൽ ഇങ്ങനെ ഒരു വ്യക്തിയെ കാണുക. അപ്പോൾ വളരെ കൗതുകത്തോടു കൂടി മാർപ്പാപ്പ ആ ചിത്രത്തിലേക്ക് നോക്കുന്നതും അതിനുശേഷം എന്നെ നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് ഈ ചിത്രത്തെ ആശീർവദിച്ച അനുഭവവും പൊതുവായിട്ടാണ്, വ്യക്തിപരമായിട്ടല്ല, പൊതുവായിട്ട് ആശീർവദിച്ച അവസരവും ഞാൻ വളരെ സന്തോഷത്തോടുകൂടി ഓർമ്മിക്കുകയാണ്. അത് മാത്രമല്ല, ഈ ചിത്രം ഞാൻ റോമിൽ എത്തിച്ചത് വത്തിക്കാനിൽ ആദ്യമായിട്ട് തൊമ്മച്ചൻ്റെ ചിത്രം ഉയർത്തപ്പെടണമെന്നുള്ള ഒരു വലിയ ആഗ്രഹം ഉള്ളിലുണ്ടായിരുന്നു. ആ ചിത്രം തൊമ്മച്ചനെ വിശുദ്ധനാക്കുമ്പോൾ സെൻറ്റ് പീറ്റേഴ്സ് ബസിലിക്കയിൽ പ്രകാശിപ്പിക്കുന്നതിന് തുടക്കമായിട്ട് തന്നെ ഇപ്പോൾ തൊമ്മച്ചൻ്റെ നാമകരണ നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. ദേവദാസൻ എന്ന പദവിയിലേക്ക് എത്തി. ബാക്കി കാര്യങ്ങളൊക്കെ പോസ്റ്റ്ലേറ്റേഴ്സ് ഒക്കെ ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തൊമ്മച്ചനെ മറ്റുള്ളവർ അറിയുന്നതിന് വേണ്ടിയിട്ട് ഒന്ന് ഈ ചിത്രം കൊണ്ടുവരണമെന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്നു. എന്നാൽ ആ ചിത്രവുമായിട്ട് അവിടെ എത്തിയപ്പോൾ ആ ദിവസം ചിത്രം പ്രകാശനം ചെയ്തതിൻ്റെ 2ാമത്തെ വാർഷിക ദിനമായിരുന്നു. അതുമാത്രമല്ല, തൊമ്മച്ചൻ്റെ ജീവിതത്തിൽ ഒരു വലിയ അനുഭവമുണ്ട്. തൊമ്മച്ചൻ റോമിൽ വരാൻ ആഗ്രഹിച്ചിരുന്നു, മാർപ്പാപ്പയെ കാണാൻ ആഗ്രഹിച്ചിരുന്നു. വിശുദ്ധ സ്ഥലങ്ങളൊക്കെ, ഇറ്റലിയിലെ വിശുദ്ധ സ്ഥലങ്ങളൊക്കെ, റോമിലെ കബറിടങ്ങളും തീർത്ഥാടന കേന്ദ്രങ്ങളും ബസിലിക്കകളും ഒക്കെ കാണാൻ ആഗ്രഹിച്ചിരുന്നു. തൊമ്മച്ചൻ റോമ തീർത്ഥാടനത്തിന് വേണ്ടിയിട്ട് സഭാംഗങ്ങൾ നൽകിയ സംഭാവനകളൊക്കെ സ്വീകരിച്ചുകൊണ്ട് മുംബൈയിൽ എത്തിയപ്പോഴാണ് അറിയുന്നത് പാസ്പോർട്ട് എന്ന് പറയുന്നൊരു കാര്യമുണ്ട്, പാസ്പോർട്ട് അദ്ദേഹത്തിന് ഇല്ല, തുടങ്ങിയ കാര്യങ്ങളൊക്കെ അന്നേരമാണ് തൊമ്മച്ചൻ മനസ്സിലാക്കുക. അപ്പോൾ തൊമ്മച്ചൻ ആ ആഗ്രഹം ഉപേക്ഷിച്ചുകൊണ്ട് തിരികെ ചെല്ലുകയും പിരിച്ചെടുത്ത പണം അല്ലെങ്കിൽ ദാനമായിട്ട് കിട്ടിയ പണം തിരികെ ഏൽപ്പിച്ചു എന്നും ചരിത്ര രേഖകളിൽ ഉണ്ട്. അങ്ങനെയുള്ള തൊമ്മച്ചനെ റോമിൽ എത്തിച്ച ദിവസം അപ്പോൾ ഞാൻ ഓർക്കുകയായിരുന്നു. ഒന്ന്, ആ ചിത്രം പ്രകാശനം ചെയ്തതിൻ്റെ 2ാം വാർഷിക ദിനത്തിലാണ് ആ ചിത്രവുമായിട്ട് ഞാൻ റോമിൽ വരിക. അത് മാത്രമല്ല, സമർപ്പിത ജീവിതക്കാരുടെ ജൂബിലി ആഘോഷിക്കുന്ന ദിവസം മാർപ്പാപ്പ ഈ ജൂബിലി വർഷത്തിലെ വിശുദ്ധ കുർബാന അർപ്പിച്ചപ്പോഴാണ് ഈ ചിത്രവുമായിട്ട് വരിക. ഒന്ന് ആലോചിച്ച് നോക്കുക. അൽമായരിൽ സമർപ്പിതനായിട്ടുള്ള തൊമ്മച്ചൻ, റോമിൽ വരാനായിട്ട് ആഗ്രഹിച്ച തൊമ്മച്ചൻ ആദ്യം റോം കാണുന്നത് തന്നെ ആ സമർപ്പിത ദിനത്തിലാണ്. ദൈവത്തിന് ഈ മനുഷ്യനെക്കുറിച്ച് വളരെയധികം പദ്ധതികളുണ്ട്. കർത്താവിന് തൻ്റെ പ്രിയപ്പെട്ടവരുടെ മരണം അത് മറച്ചു വെക്കാനോ ചരിത്രത്തിൽ മറഞ്ഞു പോകാനോ ഉള്ളതൊന്നുമല്ല. അത് വളരെ പ്രധാനപ്പെട്ടതാണ്. തക്ക സമയത്ത് കർത്താവ് അവരെ ഉയർത്തും എന്നുള്ള കാര്യം ഉറപ്പാണ്. എനിക്ക് അങ്ങനെയുള്ളൊരു പ്രത്യാശയാണ് തോന്നിയത്. നമ്മളിത് സംസാരിച്ചു തുടങ്ങിയത് ഒരു ഒലിവ് മരത്തിൻ്റെ ചോട്ടിലാണ്. ഒലിവ് പ്രത്യാശയുടെയും അതോടൊപ്പം പ്രതീക്ഷയുടെയും സമാധാനത്തിൻ്റെയും ഒക്കെ ഒരു അടയാളമാണെങ്കിൽ ആ ചില്ല തളർത്തതുപോലെ തീർച്ചയായിട്ടും തൊമ്മച്ചൻ്റെ നാമകരണ നടപടികൾ വളരെ ശക്തമായിട്ട് മുന്നോട്ട് പോകട്ടെ എന്ന് ആഗ്രഹിക്കുകയാണ്. അതിന് പിന്നിൽ പ്രവർത്തിക്കുന്ന എല്ലാവർക്കും പ്രാർത്ഥനകൾ ആശംസിക്കുകയാണ്. എല്ലാ വൈദികരുടെയും ഒട്ടനവധി സന്യാസ സമൂഹങ്ങളുടെയും പ്രാർത്ഥനയാണ്. തീർച്ചയായിട്ടും ഫ്രാൻസിസ്കൻ അൽമായ സഭയിലെ എല്ലാ സഹോദരങ്ങൾക്കും ഈ അവസരത്തിൽ തൊമ്മച്ചൻ്റെ മാധ്യസ്ഥതയിൽ ഒത്തിരിയേറെ അനുഗ്രഹങ്ങൾ ആശംസിക്കുകയാണ്. ഈ തൊമ്മച്ചൻ ഒരു വിശുദ്ധനായി തീരേണ്ട, അറിയപ്പെടേണ്ട, ഉയർത്തപ്പെടേണ്ട വ്യക്തിയാണ്. ഈ വിശുദ്ധൻ്റെ സ്വർഗീയ മാധ്യസ്ഥയിൽ, വിശുദ്ധ ജീവിതം നയിച്ച ഈ പുണ്യാത്മാവിൻ്റെ ദേവദാസൻ്റെ സ്വർഗീയ മാധ്യസ്ഥയിൽ എല്ലാ ദൈവാനുഗ്രഹങ്ങളും ഈ നിമിഷം പ്രാർത്ഥിക്കുകയാണ്.
പ്രത്യേകിച്ച് അൽമായ സന്യാസം, ഡൊമസ്റ്റിക് മിസ്റ്റിസിസം, ഫ്രാൻസിസ്കൻ അൽമായ സന്യാസ ജീവിതം നയിക്കുന്ന എല്ലാവർക്കും സമൃദ്ധമായിട്ട് ലഭിക്കട്ടെ. അദ്ദേഹത്തിൻ്റെ മാധ്യസ്ഥയിലും പ്രത്യേക പ്രാർത്ഥനയിലും കരുതലിലും ആരംഭിച്ച എല്ലാ പ്രസ്ഥാനങ്ങളും കൂടുതൽ കൂടുതൽ അനുഗ്രഹത്തിലേക്കും അതുപോലെ ദൈവം ആഗ്രഹിക്കുന്ന പരിശുദ്ധാത്മാവിലുള്ള ആനന്ദത്തിലേക്കും ഉയരട്ടെ എന്ന് ആശംസിക്കുകയാണ്, പ്രാർത്ഥിക്കുകയാണ്. നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. എല്ലാവർക്കും ഒരിക്കൽ കൂടി സമാധാനവും സൗഭാഗ്യവും.